റോജി, ഞാനിപ്പോൾ ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നേരിടുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഉറക്കം ഭയങ്കരമായിട്ട് കുറവാണ്. അത് സ്ട്രെസ് ഇല്ല, സ്ട്രെയിൻ ഇല്ല, ഈ പറയണ ഒരു ബുദ്ധിമുട്ടുകളും എനിക്കില്ല ജൂബി. പക്ഷെ എന്നാൽ എനിക്ക് ഉറക്കം കുറവാണ്. അപ്പോൾ ഈ പ്രശ്നം എന്താ വെച്ചാൽ ഞാനൊരു 9:30-10 മണിയാകുമ്പോൾ ഉറങ്ങാൻ കിടക്കും. അപ്പോൾ നമ്മൾ സാവധാനം ഉറക്കത്തിലേക്ക് വന്നൊരു 11:30 ആകുമ്പോഴേക്കും ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ എൻ്റെ ഉറക്കം അങ്ങനെ ഡിസ്റ്റർബ്ഡായി. പിന്നെ പുള്ളി വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ തന്നെ പുള്ളി കുർന്ന് പറഞ്ഞിട്ട് ഉറങ്ങിണ്ടാവും. അപ്പോൾ എനിക്കതൊരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ പിന്നെ ഉറങ്ങണത് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ്. അത്ഭുതമായിട്ട് തോന്നും, പക്ഷെ അതാണ് ഫാക്ട്. അതാണ്. പിന്നെ ഒരു 4-5 മണിയാകുമ്പോഴാണ് ഞാൻ ഉറങ്ങുന്നത്. ഈ 5 മണിയാകുമ്പോൾ ഉറങ്ങണ ഞാൻ 6-7 അപ്പോൾ തന്നെ കുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ള സമയവും. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഉറക്കം ഭയങ്കര ഒരു പ്രശ്നമാണ്. അതെങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും? പലർക്കും ഉണ്ടാവില്ലേ ഇങ്ങനത്തെ ഒരു അനുഭവം? ഇപ്പം അനു പറയുന്നത് 2 പോയിന്റ് ഉണ്ട്. ഒന്ന്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഭർത്താവിന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അവിടെ എൻ്റെ പോയിന്റിനെക്കാട്ടിലും ഏറ്റവും വലിയ പോയിന്റ് അയാളതേ കിടന്ന് ഉറങ്ങുന്നു എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ആളാ. ഞാൻ ഇങ്ങനെ ഉറങ്ങും. ഇപ്പം എൻ്റെ പണ്ടൊക്കെ വീട്ടിൽ പറയും, കളിയൊക്കെ പറയും, 10:30 ആയെന്നറിയാൻ വേറെ ക്ലോക്കെ നോക്കണ്ട, ജുബിനെ നോക്കിയാൽ മതി എന്ന് പറയും. കാരണം ബുക്ക് ഇങ്ങനെ പിടിച്ചോണ്ട് ഞാൻ ഇങ്ങനെ ഉറങ്ങുമായിരിക്കും. അപ്പം അത് കൃത്യമായിട്ട് ആ സമയത്ത് വരും. ഇപ്പം നാട്ടിൽ പോയാലും ഇപ്പം വീട്ടിൽ പോവുകയാണെങ്കിലും 10:30 ആകുമ്പോഴത്തേക്ക് തന്നെ ഉറക്കം വരും. അത് എന്തോ മാനസിക സംഭവമുണ്ട്. ഞങ്ങൾക്ക് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും. ചിലപ്പോൾ നമ്മളെടുക്കുന്ന ചിലപ്പം അധ്വാനം ചിലപ്പോൾ ഫിസിക്കലാണെങ്കിലും മെൻ്റൽ ആണെങ്കിലും അത് കൂടുതൽ നമ്മൾ ടയർഡാക്കും. കാരണം ഏറ്റവും വലിയ കാര്യമുണ്ട്, നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും മാനസികമായി നമ്മൾ ചെയ്യുന്ന പണി ഒരു ഫിസിക്കലി ഒരു പാറ പൊട്ടിക്കുന്ന ആൾക്കാരെക്കാളും ഡബിളാണ്. സ്ട്രെയിൻ എടുക്കും. അപ്പോൾ നമുക്ക് വീരപ്പെട്ട് ചിലപ്പോൾ പെട്ടെന്ന് ഉറങ്ങിപ്പോവും. ഇത് എന്തുകൊണ്ടോ പാർട്ട്നേഴ്സിന് അത് മനസ്സിലാവില്ല. അനു പറഞ്ഞ പോയിന്റ് എനിക്ക് കറക്റ്റായ കാര്യം അതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റുന്നത്? അതിൽ മനസ്സിലാക്കേണ്ട, അയാൾ രാവിലെ ഞായറാഴ്ച ഒരു ദിവസം രാവിലെ 10 മണിക്ക് ഞാൻ കണ്ണടച്ചാൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, 11 മണിക്ക് കണ്ണടച്ചാൽ ഉറങ്ങാൻ പറ്റില്ല, രാവിലെ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാനേ പറ്റില്ല, ഉച്ചയ്ക്ക് ഉറങ്ങത്തേ ഇല്ല. അപ്പം അത് മനസ്സിലാക്കാതെ ഈ പോയിന്റ് മാത്രമാണ് പറയുന്നത്, എങ്ങനെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റും. റോജിക്ക് ഇത് പറയാൻ പറ്റും. റോജി തെറാപ്പി ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ നമ്മുടെ ഓവർ തിങ്കിങ് ആണോ ഈ പെണ്ണുങ്ങളുടെ ഈ ഉറക്കില്ലായ്മയ്ക്ക് കാരണം? മെയിൻലി അത് തന്നെയാണ് അല്ലേ? ഇതിപ്പം എന്താ ചെയ്യാതൊരു പരിഹാരം പറഞ്ഞതാ? ഇതിനിപ്പോ ഒരു പരിഹാരം ഒരാള് സമാധാനമായി സന്തോഷമായി കിടന്ന് ഉറങ്ങുന്നത് കാണുമ്പോൾ മറ്റൊരാൾക്ക് ഭയങ്കരമായ ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. അപ്പൊ നമ്മൾ അതിനെന്താ വിളിക്കാൻ സാധാരണ? നമ്മുടെ പാർട്ണർ നമ്മൾ സമാധാനമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം അവൻ അവിടെ കിടന്ന് ഉറങ്ങുന്നത് കൊണ്ട് എന്നോട് എന്തോ ഒരു അറ്റൻഷൻ കുറവോ അല്ലെങ്കിൽ ഞാനിങ്ങനെ ഉറങ്ങാതിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഉറങ്ങാതിരുന്ന ഭയങ്കര ഇഷ്ടമായിരിക്കും. മനസ്സിലായോ? പക്ഷെ അവനും കിടന്ന് ഉറങ്ങുന്നു. അപ്പൊ സന്തോഷിക്കുന്നതാണ് ഇവിടുത്തെ മെയിൻ എലിമെന്റ്. അവൻ സന്തോഷിക്കുന്നു. എനിക്ക് സന്തോഷത്തിന് എവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ തമാശയാണ് ഈ പറഞ്ഞാൽ പോലും റോജി പറഞ്ഞ ഏറ്റവും വലിയ പോയിന്റ് എനിക്ക് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ, എടാ ഒരു കുഴപ്പമില്ല, പക്ഷെ രാത്രി ഞാൻ ഉറങ്ങുന്ന കണ്ട അവർക്ക് ബാധകമാണ്. ബേസിക്കലി എന്താന്ന് പറയുമ്പോ ഒന്ന് അത് നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ ഭാര്യമാരെ കപ്പിൾസ് കാണിക്കുന്ന വളരെ വാല്യൂബിൾ ആയ ഒരു പേഴ്സണാലിറ്റി, അത് ശരിക്കും സ്വഭാവമാണ്. അത് ശരിക്കും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. പക്ഷേ എന്ന് കരുതിയിട്ട് നമ്മൾ തേനിൽ മുക്കി പിടിച്ച് നമ്മൾ ചത്തുവും, നമുക്ക് ശ്വാസം കിട്ടൂല. ഇതേ സാധനമാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം എങ്ങനെ കണ്ടെത്താന്നുള്ളത് പറഞ്ഞു തന്നാൽ മതി. അവരുറങ്ങിക്കോട്ടെ. ഒന്ന് പകല് കിടന്ന് ഉറങ്ങുന്ന, ഇപ്പോൾ ഒരു ജോലിക്കും പോവാതെ ചിലപ്പോൾ എന്തെങ്കിലും ഗർഭിണിയായിട്ടിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായിട്ടിരിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീട്ടിൽ നിന്ന് പഠിക്കുകയോ ചെയ്യുന്ന ഭാര്യമാർക്കാണെങ്കിൽ ഇവർ പകല് കിടന്ന് കുറച്ച് ഉറങ്ങും. അപ്പോൾ ഇവരെന്താ വിചാരിക്കുന്നത്? രാവിലെ മുതൽ ഇരുന്ന് ഇവർ അവരെ വിളിച്ചു, അമ്മേനെ വിളിച്ചു, മറ്റേ പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ, സാമ്പത്തികത്തിൻ്റെ കാര്യങ്ങൾ. ഇനി ഇവർക്ക് എന്തെങ്കിലും മെയിനായിട്ട് ചിന്തിച്ചോ, ഭാര്യമാർ രാത്രി എന്തെങ്കിലും വിഷയത്തിൽ ഉറങ്ങിക്കിടക്കുന്നവനെ വിളിച്ചിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തോ വലിയ കാര്യം പറയാനുണ്ട്. അത് അവൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളായിട്ട് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇവരെ പോയി നിർബന്ധിക്കണം. എന്താ പറയാനുള്ളത് പറയൂ കാര്യങ്ങൾ. അപ്പോൾ വളരെ ചെറിയ കാര്യമായിരിക്കും. ചിലപ്പോൾ നാളെ ഡ്രസ്സ് വാങ്ങാൻ പോകണമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ലാത്തതിനാണ് ഇതിന് മറ്റൊരു പ്രശ്നം. അപ്പോൾ ഈ സാധനം നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കാന്ന് അറിയാമോ? അതായത് ഈ ഭാര്യമാർക്ക് എന്തെങ്കിലും കാര്യം പറയാനുണ്ടാവും. ആക്ച്വലി സ്ത്രീകളെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ജെൻഡർ തിരിക്കുന്നില്ല, സ്ത്രീകൾക്ക് അവർക്ക് വേണ്ടപ്പെട്ടവരോട് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അറ്റാച്ച്ഡായ ആളുകളോട് അവർക്ക് അവരുടെ ചെറിയ കാര്യം പറഞ്ഞ് അതിന് സൊല്യൂഷൻ കണ്ടെത്തണം. ഇവരുടെ മനസ്സിൽ 3 കാര്യങ്ങളുണ്ടാവും. ഒന്ന്, അവർ ആ കാര്യം പറയാതെ ഇരുന്ന്
നാളെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തന്നെ ചോദിക്കും നീ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല. ചിലപ്പോൾ നമ്മുടെ ഇമോഷൻ പുറത്ത് ഇത് ഈ മുൻകരുതൽ ഒന്ന് അവരെടുക്കും. 2 അവർക്ക് വേറെ ആരും ഇല്ല പറയാൻ. റിയാലിറ്റി അവരുടെ അച്ഛനോ അമ്മയോടോ പറയാൻ പറ്റില്ല. ഇനി ഇവർ ഈ കാര്യം വിളിച്ചിട്ട് വേറൊരാളോട് ഫോൺ ചെയ്യുന്നത് നമ്മൾ കേട്ടാൽ നമുക്ക് ഇതിനൊരു ഇഷ്യൂ, എനിക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് ഇതിലൊരു ഇഷ്യൂ വരും. നമുക്കിത് ഇഷ്ടപ്പെടില്ല. ആക്ച്വലി നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതിന്റെ പ്രശ്നമാണത്. ശരിക്കും നമ്മളും ഒരു പക്ഷെ അങ്ങനെ ഒരു നമുക്ക് ശരിക്കും അത് മനസ്സിലാവണമെങ്കിലേ നമ്മളൊരു വയ്യായിക വന്ന് പനിയൊക്കെ പിടിച്ച് വീട്ടിലിങ്ങനെ കിടക്കുമ്പോഴാണ് നമുക്ക് ഈ പെൺകുട്ടികൾ ആ നിൽക്കുന്ന പോയിന്റ് കറക്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. അവളൊന്ന് വന്ന് മിണ്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ജോലിക്ക് പോയിരുന്നെങ്കിൽ ആക്ച്വലി അതൊരു വലിയ മിസ്സിങ്ങാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ആൺപിള്ളേരുടെ ശരീരം സംബന്ധിച്ചിട്ട് അവർക്ക് എന്താ പറയുക, ആ കുഞ്ഞു ഇമോഷൻസ് ഒന്നും ഇവർ എടുക്കൂല. പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ജുബി നേരത്തെ പറഞ്ഞിട്ട് പോയിട്ടില്ലേ, അതായത് കഞ്ഞി കുടിക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും ഭാര്യയുടെ കൂടെ അല്ലെങ്കിൽ കപ്പലിൻ്റെ ഒപ്പം നമ്മൾ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഇന്ന് സന്തോഷമുണ്ട്, ഇനിയിപ്പോൾ നാളെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കൊണ്ട് സന്തോഷം നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എന്നിലുള്ള പുരുഷത്വം, അങ്ങനെ പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ ഓൾറെഡി കൽപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ വിളിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്കോ നാളെ ഒരിക്കലും ഒരു ഭക്ഷണം വാങ്ങി കൊടുക്കാൻ പറ്റുകയോ വീട്ടിലെ സാധനങ്ങൾ തീരുകയോ നമ്മളെടുത്ത ലോൺ അടയ്ക്കാതെ വരികയോ ആ ലോൺ അടയ്ക്കാതെ വന്നു കഴിഞ്ഞാൽ ഭാര്യ മാത്രമുള്ള വീട്ടിലോട്ട് നമ്മുടെ അച്ഛനമ്മ മാത്രമുള്ള വീട്ടിലോട്ട് വേറെ ആരെങ്കിലും വന്ന് കയറി കഴിഞ്ഞാൽ ആൺപിള്ളേർക്ക് ഉണ്ടാവുന്ന ഇൻസൾട്ടിങ് ഉണ്ട്. മനസ്സിലായോ? ആക്ച്വലി നിങ്ങൾ ആ ചിന്തിക്കുന്നേക്കാളും വലിയ പോയിന്റാണത് നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവർ ഇത്തരത്തിലുള്ള പുറത്തുനിന്ന് ഇത്തരത്തിലുള്ള സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ആലോചിച്ച് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ല, ഒരു 3 ദിവസം നമ്മൾ അടുപ്പിച്ച് നിങ്ങൾക്ക് ഭാര്യമാർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കാം. ഒരു വയ്യാതിരിക്കുന്ന ഒരു ഭാര്യ എന്ന് വിചാരിക്കാം, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. നിങ്ങളുടെ വിഷയം എന്തായിരിക്കും അന്നത്തെ ദിവസം? ആ 3 ദിവസവും ഭക്ഷണമായിരിക്കും. മനസ്സിലായോ? ഇനി നാളെ ഒരിക്കലും നിങ്ങൾക്ക് ഇടാൻ വസ്ത്രമേ ഇല്ല, നിങ്ങളുടെ വിഷയം എന്തായിരിക്കും? വസ്ത്രമായിരിക്കും. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ എന്താ നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ഇഷ്യൂസ് മാറുന്നത്. ആക്ച്വലി നല്ല ഭക്ഷണമുണ്ട്, നല്ല ഡ്രസ്സ് ഉണ്ട്, നമ്മൾ സ്നേഹിക്കുന്ന ഒരു ഭർത്താവുണ്ട്, നമുക്ക് ചോർന്നൊലിക്കാത്തൊരു വീടുണ്ട്. ചോർന്നൊലിക്കാത്ത വീടെന്ന് പറയുമ്പോൾ ആലോചിക്കണം, എത്രയോ പേർക്ക് നമ്മൾ ഈ എറണാകുളം പോലെ പല ടൗണുകളിലും ഒരു മുറിയുടെ അകത്ത് കിടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. അതായത് അച്ഛനും അമ്മയും സഹോദരങ്ങളും ഭാര്യയും ഭർത്താവും ഇവരെല്ലാവരും വീടിൻ്റെ പുറത്തേക്ക് കിടക്കാം. ഭാര്യയും ഭർത്താവും അതിൻ്റെ ഒരു സൗകര്യം എടുക്കും, ബാക്കിയുള്ളവരും പുറത്ത് കൊതുവല കെട്ടി കിടക്കും. അങ്ങനെയുള്ളൊരു പോയിന്റിലാണ് നമ്മൾ ചോരാത്തൊരു വീടിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഇവർക്ക് ഇഷ്യൂ മനസ്സിലാവില്ല. എന്ന് ആ പ്രൊവൈഡിങ് നമ്മൾ എന്ന് അവസാനിക്കുന്നു അന്ന് മുതലായിരിക്കും ആക്ച്വൽ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ശരിക്കും നമ്മുടെ പ്രശ്നം നല്ല ഭക്ഷണവും വസ്ത്രവും നമ്മുടെ കൂടെ ഒരാളുണ്ടെന്നുള്ള തോന്നലാണ്. ഇത് 3 ഇല്ലാതെ വരുമ്പോഴാണ്, എല്ലാം തികഞ്ഞിരിക്കുമ്പോഴാണ് ഇവർ ചിന്തിക്കുന്നത് എനിക്കൊരു കാര്യം പറയാം. ഇതൊരു ഇഷ്യൂ ആയിട്ട് മാറും. ഈ 10 കാര്യം കൂട്ടി വെച്ചിട്ടില്ലേ വലിയൊരു മലയാക്കും. അപ്പൊ എന്ത് ചിന്തിക്കും? ഈ 10 കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഓഫീസിലെ ഇന്ന കൂട്ടുകാരന്മാരായിട്ട് വളരെ സ്നേഹത്തില്ല. ചിലപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ ഫോൺ എടുത്ത് ചിലപ്പോൾ അവരോട് സംസാരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും. ഇവനെന്താ ഇയാൾക്ക് തന്നെ എന്നോട് ഇങ്ങനെ സംസാരിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചിന്തിക്കും. ആക്ച്വലി നമുക്ക് പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇമോഷൻ കാണിക്കാൻ പറ്റുന്ന 2 സ്ഥലമുള്ളൂ. ഒന്ന് നമ്മുടെ വീട്, 2 നമ്മുടെ പാർട്ട്ണർ. ഈ 2 പേരുടെ അടുത്തല്ലാതെ വേറെ 3ാമതൊരാളുടെ അടുത്ത് കാണിച്ചാട്ടിയിട്ട് നമുക്ക് എന്തോ മാനസികമായ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. എന്റെ ചോദ്യം അതല്ല. ഇത്രയും ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ബ്രെയിനിലിട്ട് ഇങ്ങനെ നടക്കുന്ന പുരുഷൻ പെട്ടെന്ന് ഉറങ്ങുന്നു. നീ നിസാരം എന്ന് പറയുന്ന കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടി വെക്കുന്ന പെണ്ണുങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതെന്താ? സൊല്യൂഷൻ കണ്ടെത്തുന്നത് അവന്റെ കടമ. നാളത്തെ ദിവസം ഉണർന്നിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ. നമ്മൾ ചിന്തിക്കുന്നതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണോ വിചാരിക്കുന്നത് പെണ്ണുങ്ങൾ? അല്ലേ? ഞാൻ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ. വർക്കിംഗ് വുമൺ കിടന്നുറങ്ങാൻ നേരം അവളുടെ മനസ്സിലേക്ക് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ പകുതിയുള്ളൂ നിങ്ങൾക്ക്. ഞാൻ പറയട്ടെ, രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്, കൊച്ചിന് എന്താണ് കൊടുത്തു വിടേണ്ടത്, അല്ലെങ്കിൽ ഭർത്താവിന് എന്താണ്, ചിലപ്പോൾ ഈ 3 പേർക്ക് 3 ഫുഡായിരിക്കും വേണ്ടത്. അത് കഴിഞ്ഞ് വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് ബാക്കിയെല്ലാം കഴിഞ്ഞ് ഓഫീസിലേക്ക് എടുത്ത് ഓടണം. ഓഫീസിൽ പകൽ മുഴുവൻ പണി. അത് കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോഴും അവളുടെ ചിന്ത വൈകുന്നേരം വന്നിട്ട് എന്ത് ഡിന്നറിന് ഉണ്ടാക്കണം എന്നായിരിക്കും. നമ്മളുടെ ചിന്തകളൊക്കെ വളരെ സില്ലിയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇതും മേടിച്ചുകൊണ്ട് പറഞ്ഞ ജോലി കഴിഞ്ഞ് പറഞ്ഞാൽ ഞങ്ങൾ 2 സഞ്ചി ഉണ്ടാവും കയ്യിൽ ഓഫീസിൽ നിന്ന് വരുമ്പോ. ഈ വിഷയം നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വാല്യൂബിൾ ആയ കാര്യമാണ്. നമ്മൾ കുഞ്ഞുങ്ങൾ നോക്കുക. കാര്യം ഇപ്പൊ
പുരുഷന്മാർ പുറത്ത് പോയി ജോലി എടുക്കുന്ന കേസുകളിൽ ശരിയാണ്, വീട്ടിലെ ജോലി ചെയ്യുന്ന ഒരു പുരുഷനും വീട്ടിലെ ജോലി ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ടാസ്ക്കാണ്. നമുക്ക് പ്രാന്ത് പിടിക്കും. കാരണം ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം ആ സാധനം. കാരണം ഒരു കഴിഞ്ഞ അടുത്ത കാര്യം, പിന്നെ പിള്ളേര് കരയും, മറ്റേ നിങ്ങൾ നോക്കുക. ഇത് പുരുഷന്മാരുടെ നടപടി ആവില്ല. പുരുഷന്മാരുടെ കയ്യിൽ കുഞ്ഞുങ്ങൾ കൊടുത്താൽ കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് കരഞ്ഞ് തളർന്ന് ഉറങ്ങും. മനസ്സിലായോ? അത് സംഭവിക്കുള്ള അവസാനം, അല്ല വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ പറയട്ടെ, ഇത് ഒരാൾ കിടന്ന് ഉറങ്ങുക എന്ന് പറയുന്നത് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ഉറങ്ങാൻ പറ്റാത്തതിന്റെ എന്തോ ഇഷ്യൂ നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ വ്യക്തമായ പ്രോപ്പർ മെഡിറ്റേഷൻ എടുക്കുക. ഒരു കാരണവശാലും ഡിപ്രഷൻ സ്റ്റേജിൽ വരുമ്പോൾ മെഡിസിൻ എടുക്കാതിരിക്കുക, ഒരു കാര്യം ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ കൃത്യമായി പാർട്ട്ണറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഒന്നെങ്കിൽ എനിക്ക് എൻ്റെ ഒന്ന് തല ഒന്ന് മസാജ് തരികയോ, അല്ലെങ്കിൽ സുഖമാണ് ഒന്ന് തലോടി കഴിഞ്ഞാൽ തലോടിയിട്ട് നമ്മളിങ്ങനെ സജഷൻ കൊടുത്താൽ മതി. ഇങ്ങനെ തലോടിയിട്ട്, അതായത് നമ്മുടെ കൂടെ ആരോ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഫുൾ ടൈം ഒരാളുണ്ട് എന്നൊരു തോന്നലുണ്ടല്ലോ, അതൊരു അരമണിക്കൂർ നമുക്ക് തന്നെ തെറാപ്പി ചെയ്യാവുന്നുള്ളൂ നമ്മുടെ പാർട്ണർക്ക്. ഇഷ്യൂ ഈ അനു പറഞ്ഞില്ലേ വർക്കിംഗ് ആയിട്ടുള്ള വുമൻ്റെ കാര്യം. വർക്കിംഗ് ആയിട്ടുള്ള വുമൻ്റെ അനു പറഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ ഇതൊക്കെ കാര്യം അവരുടെ മനസ്സിലുണ്ട്. ഈ മനസ്സിലാക്കുന്നത് അനു ആലോചിക്കുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടികൾ ആലോചിക്കുന്നത് രാവിലെ ഉണ്ടാക്കണം, ഇതുണ്ടാക്കണം, അയ്യോ എന്തോ ചെയ്യും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ആണാലോചിക്കുന്നത് നാളെ ഇങ്ങനെ പണിയുണ്ടോ, ഓക്കെ ഇതാണ് നടക്കുന്നത്. ഈ സാധനം ഉണ്ടല്ലോ, ഇതാണ് ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞത്. റോജി നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു വിഷയമുണ്ടോ, നിങ്ങൾക്കൊരു ഒരു സംഭവം, ഒരു സിറ്റുവേഷൻ വരും നിങ്ങളുടെ ലൈഫിൽ, അതായത് പ്രൊഫഷണലി അല്ലെങ്കിൽ പേഴ്സണൽ സിറ്റുവേഷൻ വരും. ഈ സിറ്റുവേഷനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണോ നല്ലത്, ആ സിറ്റുവേഷനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നെക്സ്റ്റ് ഡേ എഴുന്നേൽക്കുക? ബ്രോ, ഇത് ബേസിക്കലി എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റം പറയുന്നില്ല. സ്ത്രീകൾ എപ്പോഴും അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇമോഷൻ വഴി ട്രാൻസ്ഫർ ചെയ്യുന്നത്. എല്ലാ കമ്മ്യൂണിക്കേഷൻ ഇമോഷൻ വഴി ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, 10 പ്രാവശ്യം ഇമോഷൻ നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു പാർട്ണർ എനിക്ക് ഓപ്പോസിറ്റ് നിന്ന് അവൾക്കൊരു സങ്കടമുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് എന്തോ കാര്യം എടുത്ത് പറയാനുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് ഇവളിങ്ങനെ പിണങ്ങിയിരിക്കുന്നത് എന്തിനാ നമ്മൾ നിർബന്ധിക്കണം? എന്തിനാ പിണങ്ങിയിരിക്കുന്നത്? നീ എന്തിനാ പിണങ്ങിയിരിക്കുന്നത്? 10 വട്ടം ചോദിച്ചിട്ട് നമ്മൾ അവരോട് ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് ആ കാര്യം പറയുമ്പോൾ അവസാനം നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് അറിയില്ലോ, അല്ലെങ്കിൽ ആ കാര്യം നടത്തി കൊടുക്കാന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തം മാറി. ഞാൻ പറയാം, ഈ ഇമോഷണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആദ്യം നിർത്തിക്കഴിഞ്ഞാൽ പകുതി വിഷയവും തീരും. മനസ്സിലായോ? നിങ്ങൾ ഇമോഷൻ എടുക്കണ്ട. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, അതായത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഭർത്താവെന്നോ അല്ലെങ്കിൽ കുട്ടികളെന്നോ അച്ഛനെന്നോ അമ്മയെന്നോ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യരുത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ആവശ്യം ഇതാണ്. രാവിലെ കൃത്യമായിട്ട് പറയാം. ചിലപ്പോൾ മറന്നു പോകുന്ന സ്വാഭാവികം, അതൊരാളുടെ തെറ്റൊന്നുമല്ല. മറന്നു പോയാലൊന്ന് ഓർപ്പിക്കുക. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ അതിന് കൈകാര്യം ചെയ്താൽ വളരെ സ്മൂത്തായിട്ട് പോകും. ഡിപ്ലോമാറ്റിക്കായിട്ട് കൈകാര്യം ചെയ്യില്ല. കാരണം എന്താ, ഞാൻ 2 ദിവസം മുന്നേ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരു ഭാര്യ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിൽ വേണ്ടേ, അല്ലാതെ മറ്റുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വലുത്. ഞാനില്ലെങ്കിൽ നിങ്ങൾ ഇനി സുഖമായിട്ട് ജീവിക്കുമല്ലേ? ഇത് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും മനസ്സിലാവാത്ത പുരുഷന്മാരൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ സ്ത്രീകളും ഇല്ലേ? നമ്മൾ എന്തിനാണ് അങ്ങനെ പറയുന്നത്? അപ്പൊ പുരുഷന്മാര് കിടന്നുറങ്ങിക്കോട്ടെ, സ്ത്രീകൾ കണ്ണും വിളിച്ചിരുന്നോ? അങ്ങനെയല്ല, മാറണം. നമ്മളിപ്പോ സംസാരിക്കുന്നത് എന്താ, ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അവരെ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. കാരണം ഈ എല്ലാ സമയത്തും പെൺകുട്ടികളുടെ ഇമോഷണൽ സ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അനുവിന് ഇവിടെ വരുന്നതിന് മുമ്പ്, നമ്മൾ ഈ ടോപ്പിക്ക് സംസാരിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇവിടെ വരുന്നതിന് മുമ്പ് വരെ ഈ ഒരു വേർഷൻ, അല്ലെങ്കിൽ നമ്മൾ ഈ സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് വരെ ഈ ഒരു വേർഷൻ അനു കേട്ടിട്ടുണ്ട് ഇല്ല. കാരണം അനുവിൻ്റെ മനസ്സിലാണെങ്കിലും വേറൊരാളുടെ മനസ്സിലാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്നത് എന്താ, പെട്ടെന്ന് എങ്ങനെ ഇയാൾക്ക് ഉറങ്ങാൻ പറ്റുന്നു എന്നുള്ള പോലെ നമ്മുടെ ടോപ്പിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നല്ല, നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലേ, അത് ആ പോയിന്റ് സംസാരിക്കും. അനു ബേസിക്കലി ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ പാർട്ണറോ നമ്മുടെ സുഹൃത്തോ നമ്മുടെ ആരായാലും അവൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റായിക എന്ന് പറയുന്നത് കഴിവേട് തന്നെ. അത് നമ്മുടെ കഴിവേടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് ചിന്തിക്കേണ്ടി വരും, ആ ക്വാളിറ്റിയുടെ മാനദണ്ഡം. ഞാൻ കാര്യം പറട്ടെ, ജീവിതത്തിൽ ഒറ്റപ്പെട്ട് നമ്മൾ പറയുന്നതൊന്ന് കേൾക്കാൻ പോലും, നമ്മൾ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാൻ പറ്റാത്ത സമയത്ത്, എടുക്കാൻ ആളില്ലാതെ വരുമ്പോൾ, നമ്മളെ കാൽച്ചോട്ടിൽ മണ്ണ് ഒലിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ആ നിമിഷം ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ആരെങ്കിലും ഒന്ന് ഹഗ് ചെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നൊരു പോയിന്റ് ഉണ്ട്. ആക്ച്വലി അതാണ് ഒറ്റപ്പെടൽ. നമ്മുടെ ജീവിതത്തിൽ ആരുമില്ല, നമുക്കൊന്നുമില്ല. ഇപ്പം ഈ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് അടുത്തുണ്ട്, അപ്പുറം കിടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇതല്ല. നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ആ എക്സ്പെക്ടേഷൻ അവിടെ വരുന്നില്ല. എക്സ്പെക്ടേഷൻ കിട്ടാതെ അത് ഫ്രസ്ട്രേഷനായിട്ട് കൺവേർട്ട് ആവും. മനസ്സിലായോ? ആക്ച്വലി നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഹഗ് ചെയ്യാം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉമ്മ കൊടുക്കാം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും
നമുക്ക് ഒരാളിങ്ങനെ തൊട്ടിരിക്കാന്ന് പറയുന്നില്ലേ, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. അങ്ങനെ പോലും ചെയ്യാൻ പറ്റുന്ന എത്രയും പേര് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോഴാണ് സ്വന്തം ഭർത്താവ് വേറെ ഒരു ഊടായ്പ പരിപാടിക്ക് പോവാതെ അവൻ്റെ വീട്ടിൽ വന്ന് അവൻ്റെ ഭാര്യയോടൊപ്പം അവൻ സമാധാനമായിട്ട് ആ കട്ടിലിൽ കണ്ണെത്താ ദൂരത്ത് അവൻ കിടന്ന് ഉറങ്ങുന്നെന്ന് പറയുന്നത്. അവനപ്പോൾ അവൻ ആ സമയം കൊണ്ട് മറ്റു പല കാര്യങ്ങൾ ചെയ്തുകൂടി. അവൻ്റെ കൂട്ടുകാരന്മാരുടെ പുറത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് അവന് ബന്ധം വെച്ചു കൊടുത്താലോ. അപ്പോൾ ഇതൊക്കെ ഒരു ക്വാളിറ്റി ഇല്ല. അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ളവന് മാത്രമല്ലേ എല്ലാ ദിവസവും വീട്ടിൽ വരുള്ളൂ. അല്ലാത്തവൻ എന്ത് ചെയ്യും? ശ്രദ്ധിച്ചോ, ഭാര്യമാരോട് അമിതമായി സ്നേഹവും കെയറും പാമ്പറിങ്ങും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോ ഓടായിപ്പോയെന്ന് ചിന്തിച്ചോ പുരുഷന്. സീരിയസ് ആയിട്ട് പറയാം, മനസ്സിലായോ? അതായത് എൻ്റെ ഭാര്യ ഇങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അതായത് എൻ്റെ ഭാര്യ ഞാൻ മിണ്ടിയില്ലെങ്കിൽ ഇനി എൻ്റെ ഭാര്യ എനിക്ക് വേറെ ആരെങ്കിലും ഉണ്ടെന്ന് ചിന്തിക്കോ? വേണ്ട, ഞാൻ മിണ്ടിയാക്കാം. അങ്ങനെ ചിന്തിക്കുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ വേറെ ആരോട് ഉണ്ടെന്നാ, മനസ്സിലായോ? അതായത് നിന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പാർട്ണർക്ക് ഒരു തരത്തിലുമുള്ള ഡൗട്ടും കൊടുക്കുന്നില്ല. അതായത് ഒരു പെൺകുട്ടി ചോദിക്കാം, നിങ്ങളുടെ ഭർത്താവിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്? അപ്പോൾ പെൺകുട്ടി പറയാം, എൻ്റെ ഭർത്താവ് പെർഫെക്റ്റ് ആണ്, എൻ്റെ ഭർത്താവ് വരുന്നു, എൻ്റെ അടുത്ത് സംസാരിക്കുന്നു, എന്നെ വിളിച്ചിട്ട് പുറത്തോട്ട് പോകുന്നു, എനിക്ക് പറയാതെ ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് തരുന്നു. എന്തിനാണ് ചോദിക്കുന്നത്? ഇതൊക്കെ പറയാതെ എന്തിനാ ചെയ്തു കൊടുക്കുന്നത്? ആക്ച്വലി ഞാൻ പല കള്ളത്തരങ്ങളും കാണിക്കുന്നുണ്ട്. അത് എൻ്റെ ഭാര്യ കണ്ടുപിടിക്കാതിരിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അങ്ങനെ ആവാനോ. നാളെ ഒരിക്കലും നാട്ടുകാർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നില്ല. ആക്ച്വലി ഒരു മനുഷ്യൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് അവൻ്റെ കുറവുകളാണ്. ആ കുറവുകളാണ് ആ പുരുഷൻ കാണിക്കുന്നത്. ആ പുരുഷൻ അവൻ്റെ കുറവുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ റിയാലിറ്റി ആണ് എൻ്റെ അർത്ഥം. അതല്ലാതെ നമ്മളിങ്ങനെ അങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന്. അനു, അപ്പൊ ഇനി നല്ല രീതിയിൽ ഉറങ്ങണമെങ്കിൽ കഴിഞ്ഞ് വരുമ്പോൾ ഹസ്ബൻഡ് വന്ന് കിടന്നു കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ഹഗ് ചെയ്യുക, ഗുഡ് നൈറ്റ് പറയാ, കണ്ണടച്ച് കിടന്നുറങ്ങുക, വേറെ ഒന്നും ആലോചിക്കുക, ചിന്തകളൊക്കെ കളഞ്ഞേക്കാം. അല്ലെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മാസം 1-2 ദിവസം എടുത്ത് ഒരു ട്രിപ്പ്, ഒരു ഔട്ടർ പോയി. ഞാൻ പറയട്ടെ, എല്ലാവരും ജീവിതത്തിൽ ടെൻഷനും ഭ്രാന്തും ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുക. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും രണ്ടുപേരും. ഞാൻ പറയട്ടെ, നമ്മുടെ ശരീരത്തിൻ്റെ മാറ്റം മാത്രമേ ഉള്ളൂ സ്ത്രീ പുരുഷനും. നമ്മുടെ ഇന്നർ സോളെല്ലാം സെയിമാണ്, അതിനകത്ത് ഒരു മാറ്റമില്ല. ഇമോഷൻസും സെയിമാണ്. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് കുറച്ച് ഓവർ തിങ്കിങ് കൂടുതൽ. ഞാൻ പറയട്ടെ, നമ്മൾ എന്ത് കാര്യം ഓവർ തിങ്ക് ചെയ്യുന്നോ അതിനൊന്നും സൊല്യൂഷൻ കിട്ടാൻ പോകുന്നില്ല. ആക്ച്വലി ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനമല്ല. സൊല്യൂഷൻ നമ്മുടെ മുന്നിൽ നമ്മുടെ ഭർത്താവാണോ, നമ്മുടെ മുന്നിലുള്ള ഭാര്യയാണോ, നമ്മൾ അവരോട് ആത്മാർത്ഥമായി പെരുമാറുക, നമ്മൾ മനസ്സ് തുറന്നു വയ്ക്കുക, അവരുടെ ഇമോഷനെ അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക, ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുക. വളരെ സിമ്പിൾ. ഇതിനെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ഭാര്യ ഭർത്താവ് ബന്ധത്തിലല്ല, സുഹൃത്തുക്കൾ തമ്മിലുണ്ട് വിഷയം, നമ്മുടെ അച്ഛനമ്മമാർ തമ്മിലുണ്ട് നമുക്ക് വിഷയം, നമ്മുടെ സഹോദരങ്ങൾ തമ്മിലുണ്ട് ഇഷ്യൂ. എല്ലാവരും നമ്മൾ ഈ കോൺഫ്ലിക്റ്റ് ഉള്ളതാണ്. നമുക്ക് ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ആരും അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല ലോകത്ത്. അപ്പോൾ ഉറങ്ങാൻ പറ്റാത്തവരൊക്കെ ഈ എപ്പിസോഡ് തീർച്ചയായിട്ടും കാണാം.